ആസ്ത ബ്ലാക്ക് ബുൾ സ്ക്വാഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്നതിന് ശേഷം അവനെ ബ്ലാക്ക് ബുൾ സ്ക്വാഡിലെ മെമ്പേഴ്സ് പരിചയപ്പെടും. എല്ലാവരും ആസ്തേൻ്റെ കൂടെ നന്നായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ബ്ലാക്ക് ബുൾ സ്ക്വാഡിലൊരു മെമ്പർ മാഗ്ന ആസ്ത ശരിക്കും ബ്ലാക്ക് ബുൾ സ്ക്വാഡിൽ ചേരാൻ വർത്തിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണോ എന്ന് പറയും. എന്നിട്ട് മാഗ്ന ആസ്തേനെ ടെസ്റ്റ് ചെയ്യും. ആസ്ത ആ ടെസ്റ്റിൽ മാഗ്നയ്ക്ക് കാണിച്ചു കൊടുക്കുക അവൻ ബ്ലാക്ക് ബുൾ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാൻ ശരിക്കും വർത്തിയാണെന്ന്. ആസ്തയ്ക്ക് മാജിക് പവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും മാഗ്ന ആസ്തേൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് കണ്ട് അവൻ അപ്രിഷ്യേറ്റ് ചെയ്യും. അതിനുശേഷം ബ്ലാക്ക് ബുൾ സ്ക്വാഡിലെ മെമ്പേഴ്സ് ആസ്തയ്ക്ക് അവൻ്റെ ബ്ലാക്ക് ബുള്ളിൻ്റെ യൂണിഫോമും കൊടുക്കും. ടെസ്റ്റിന് ശേഷം ആസ്തേനെ മാഗ്ന ഹെഡ് ക്വാർട്ടേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആസ്ത നോയലിനെ കാണുന്നത്. നോയലിനെ ആസ്തേനെ പോലെ തന്നെ അന്നത്തെ ദിവസം മാജിക് നൈറ്റ് സെലക്ഷനിൽ വെച്ചാണ് ബ്ലാക്ക് ബുൾ സ്ക്വാഡിലെ ക്യാപ്റ്റൻസ് സെലക്ട് ചെയ്തത്. നോയൽ സത്യം പറഞ്ഞാൽ സിൽവർ ഈഗിൾ സ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻ്റെ അനിയത്തിയായിരുന്നു. ടെക്നിക്കലി നോയൽ ഒരു റോയൽ പോലെയാണ്. ആസ്ത നോയലിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് നോയലിനൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോഴത്തേക്കും നോയൽ ആസ്തേൻ്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് പറയും, ഞാനൊരു റോയലാണ്, അതനുസരിച്ച് എൻ്റെ അടുത്ത് പെരുമാറണമെന്ന്, നിങ്ങൾക്കൊന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവകാശമില്ലെന്ന്. അതിനുശേഷം മാഗ്ന ആസ്തയ്ക്ക് അവൻ്റെ പേഴ്സണൽ റൂം കാണിച്ചു കൊടുക്കും. ആസ്ത അവൻ്റെ പേഴ്സണൽ റൂം കണ്ടത് സന്തോഷം കൊണ്ട് അത് വൃത്തിയാക്കാൻ തുടങ്ങും. അവൻ ഉറങ്ങുന്നതിന് മുമ്പ് അത് വൃത്തിയാക്കി തീർക്കുകയും ചെയ്യും. അതിനുശേഷം പിറ്റേ ദിവസം ആസ്ത നോയൽ അവളുടെ മാജിക് പവേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കാണും. പെട്ടെന്ന് നോയലിൻ്റെ മാജിക് പവേഴ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. ഇത് കണ്ടതും ക്യാപ്റ്റൻ യാമി ആണെങ്കിൽ ഓടിച്ചെന്ന് ആസ്തേനെ എടുത്ത് നോയലിൻ്റെ അടുത്തേക്ക് എറിയും. എന്നിട്ട് അവൻ്റെ ആൻറ്റി മാജിക് യൂസ് ചെയ്തത് നിർത്താൻ പറയും. എന്നിട്ട് ആസ്ത ആൻറ്റി മാജിക് യൂസ് ചെയ്തത് നിർത്തുകയും ചെയ്യും. നോയലിനെ അവളുടെ മാജിക് പവേഴ്സിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം ആസ്ത നോയലിൻ്റെ മാജിക് പവറിനെ പുകഴ്ത്തി പറയും, നീ കുറച്ചും കൂടെ നന്നായിട്ട് നിൻ്റെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നീ ഭയങ്കര പവർഫുൾ ആവുമെന്ന്. അതേ ദിവസം ആസ്ത അവൻ്റെ സ്ക്വാഡ് മെമ്പേഴ്സിനോട് ചോദിക്കും മാജിക് നൈറ്റ് മെമ്പേഴ്സായ അവരുടെ ഡ്യൂട്ടി എന്തുവാണെന്ന്. അതിൻ്റെ മറുപടിയായിട്ട് ബാക്കി സ്ക്വാഡ് മെമ്പേഴ്സ് പറഞ്ഞൊന്നും ആസ്തയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇവരെന്തോ വിയേർഡ് ഗ്രൂപ്പ് പോലെ എന്തോ ആണെന്ന്. എന്നിട്ട് ആസ്തയ്ക്കും നോയലിനും അവരുടെ ഫസ്റ്റ് മിഷൻ കിട്ടും. ഈ മിഷനിൽ അവർ രണ്ടുപേരും പന്നികളുടെ ശല്യം നിർത്താനാണ് പോകുന്നത്. ആദ്യം ആസ്ത ഇതിന് സമ്മതിക്കത്തില്ലെങ്കിൽ ക്യാപ്റ്റൻ യാമി ദേഷ്യപ്പെട്ട ആസ്തേനോട് പറഞ്ഞപ്പോഴത്തേക്കും ആസ്ത ഇത് കേൾക്കും. അങ്ങനെ ആസ്തയും നോയലും മാഗ്നേൻ്റെ ഫ്ലൈയിങ് ബ്രൂമിലിരുന്ന് ആ വില്ലേജിലേക്ക് പോകും. ആ വില്ലേജിലേക്ക് ചെന്നതും ഇവർ കാണാം ആ വില്ലേജ് മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണെന്ന്. അപ്പോഴത്തേക്കും മാഗ്ന ആസ്തേനോട് പറയും, നീ നിൻ്റെ വാള് വെച്ച് വീശി ഇവിടെയുള്ള മഞ്ഞൊക്കെ പറത്തിക്കളാൻ എനിക്ക് വഴിയൊന്നും ഉണ്ടാക്കിത്തരാം ഈ വില്ലേജിൻ്റെ നടുക്ക് ചെല്ലാൻ വേണ്ടി. അങ്ങനെ അവർ വഴി ഉണ്ടാക്കിയ വില്ലേജിൻ്റെ നടുക്കേക്ക് ചെല്ലും. അവർ മൂന്നുപേരും ആ ഗ്രാമത്തിൻ്റെ നടുക്കേക്ക് ചെന്നപ്പോഴത്തേക്കായിരിക്കും കാണുന്നത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ തടവിലാക്കി വെച്ചേക്കുന്നത്. ഈ ആൾക്കാരെ തടവിലാക്കി വെച്ചിരിക്കുന്നത് ഹീത്ത് ഗ്രേസും അവൻ്റെ മേജസുമായിരുന്നു. മാഗ്ന ഈ ഗ്രാമത്തിലുള്ളവരെ രക്ഷിച്ചതിന് ശേഷം ഹീത്തിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും. ഹീത്ത് അവൻ്റെ മാജിക് പവേഴ്സ് യൂസ് ചെയ്തത് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഹീത്ത് അതിന് ശേഷം ആസ്തേൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും. പക്ഷേ ആസ്ത അവൻ്റെ സോഡ് യൂസ് ചെയ്ത് ആ അറ്റാക്ക് കട്ട് ചെയ്ത് കളയും. ആസ്ത ഹീത്തിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീത്തിനോട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, എന്തിനാണ് നീ ഈ വില്ലേജിൻ്റെ മുകളിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, ഈ പാവപ്പെട്ടവരെ നീ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കും. ഹീത്ത് അതിൻ്റെ ഒരു നല്ല മറുപടി കൊടുക്കത്തില്ല. ആസ്തയ്ക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരും. ആസ്ത എന്നിട്ട് ഹീറ്റിനോട് പറയും, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ വില്ലേജേഴ്സിനെ നിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന്. ആ സമയത്തായിരിക്കും ഹീത്തും അവൻ്റെ മേജസും ആസ്തയും മാഗ്നേൻ്റെയും മുകളിൽ കമ്പൈൻഡ് അറ്റാക്സ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ കമ്പൈൻഡ് അറ്റാക്സ് കൊണ്ടതിന് ശേഷം ആസ്തയ്ക്കും മാഗ്നയ്ക്കും എല്ലാ വില്ലേജേഴ്സിനെയും രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോയൽ വന്നിട്ട് അവളുടെ വാട്ടർ മാജിക് യൂസ് ചെയ്തിട്ടൊരു ഷീൽഡ് ഉണ്ടാക്കും എല്ലാ വില്ലേജേഴ്സിൻ്റെ മുന്നിൽ. നോയൽ ആ ബാരിയർ ഉണ്ടാക്കിയതുകൊണ്ട് ആ വില്ലേജേഴ്സിൻ്റെ മുകളിൽ ഒരു അറ്റാക്കും കൊള്ളത്തില്ല. അതിനുശേഷം ആസ്തയ്ക്കൊരു ചാൻസ് കിട്ടിയതും അവൻ ഹീത്തിൻ്റെ മുകളിൽ അവൻ്റെ സ്വാഡ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോകും. പക്ഷേ ഹീത്ത് ഫ്രീസിങ് മാജിക് യൂസ് ചെയ്ത് ആസ്തേൻ്റെ കാല് ഫ്രീസ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കും. എന്നിട്ട് ആസ്തേൻ്റെ മുകളിൽ ഒരു വലിയ ഐസിൻ്റെ കൂർത്ത ബ്രിക്ക് വെച്ച് കുത്തി അവനെ തൂക്കിയെറിയും. ആസ്തേൻ്റെ മുകളിൽ ഒരുപാട് പരിക്കുകൾ ഏറ്റെങ്കിലും അവൻ എണീറ്റ് നിൽക്കും. ആസ്തയും മാഗ്നയും ഹീത്തിൻ്റെ പവേഴ്സ് കണ്ട് രണ്ടുപേരും ഒരുമിച്ച് സിങ്ക് ആയിട്ട് ഹീത്തിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഇത്തവണ ആസ്തയ്ക്കൊരു ചാൻസ് കിട്ടിയതും ആസ്ത അവൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് ഹീത്തിൻ്റെ മുകളിൽ ഒരു വലിയ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടുതന്നെ ഹീറ്റ് താഴെ വീഴും. ആൻഡ് ഹീറ്റ് താഴെ വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആസ്തയും താഴെ വീഴും. അവൻ്റെ എനർജി മൊത്തം ഡ്രെയിനായി. ആസ്ത വീണതും മാജിക് നൈറ്റ് എൻട്രൻസ് സെറമണി തൊട്ട് അവനെ ഫോളോ ചെയ്യുന്നൊരു പക്ഷി അവൻ്റെ തലയിൽ വന്നിരുന്ന് അവനെ കൊത്തി വിളിച്ചുണർത്തും. ആ പക്ഷീൻ്റെ വായിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആൻഡ് ആ കല്ല് ഈ വില്ലേജിൻ്റെ ചീഫിൻ്റെ ആയിരുന്നു. ആസ്ത ആ പക്ഷീൻ്റെ വായിൽ ആ കല്ലിരിക്കുന്ന കണ്ടതും ഈ വില്ലേജിലുള്ളവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറയും. പക്ഷേ വില്ലേജിലുള്ളവർ ഇത് കേട്ടിട്ട് പറയും, നീ അത് നമ്മുടെ ഒരു ഗിഫ്റ്റായിട്ട് നിൻ്റെ കയ്യിൽ വെച്ചോ, നമുക്കത് തിരിച്ചു തരേണ്ട ആവശ്യമില്ലെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഇവർ മൂന്നുപേരും ബ്ലാക്ക് ബുൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു മടങ്ങും. എന്നിട്ട് യാമിനോട് നടന്നതെല്ലാം പറയും. യാമി ഇത് കേട്ടതും അവരെ അപ്രിഷ്യേറ്റ് ചെയ്ത് പുകഴ്ത്തി പറയും. എന്നിട്ട് അവരുടെ ഫസ്റ്റ് സാലറി അവരുടെ കയ്യിൽ കൊടുക്കും.
ഇത് കണ്ടതും ആസ്ത സന്തോഷിക്കും. അവർക്ക് അവരുടെ ഫസ്റ്റ് സാലറി കിട്ടിയതും വനിസ പറയും, നമുക്കൊരു ഷോപ്പിംഗ് ട്രിപ്പിന് പോയാലോ. ആ ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്ത് ആസ്ത എത്തിയതും അവ അത് കണ്ട് വളരെ എക്സൈറ്റഡ് ആകും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, അവൻ്റെ ഹേജ് വില്ലേജിലുള്ള ചർച്ചിലെ ഫ്രണ്ട്സിനെ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്ന്. അവർക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമാകുമെന്ന്. ആ മാർക്കറ്റ് കണ്ടതിന് ശേഷം ആസ്തേനെയും നോയലിനെയും വനിസ ബ്ലാക്ക് മാർക്കറ്റ് കാണിക്കാൻ കൊണ്ടുപോകും. ബ്ലാക്ക് മാർക്കറ്റിൽ വെച്ച് ഇവർ രണ്ടുപേരും മാഗ്ന കാസിനോയിലിരുന്ന് ഗാംബ്ലിങ് ചെയ്യുന്നത് കാണും. അതിൻ്റെ കൂടെ തന്നെ അവർ സേക്കിയനെയും കാണും. സേക്കി അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും ഒരു അമ്മുമ്മയുടെ കയ്യിൽ നിന്നൊരു കള്ളൻ അവരുടെ പൈസ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നത് കാണുന്നത്. ആസ്ത ഇത് കണ്ടതും ഇയാളുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. എന്നിട്ട് ഇയാളെ നിർത്താൻ നോക്കും. നിർത്താൻ ആസ്തയും സേക്കിയും ഒരുമിച്ച് ട്രൈ ചെയ്യും. സേക്കി അങ്ങനെ ഫൈനൽ ബ്ലോ കൊടുത്ത് ആ കള്ളനെ പിടിക്കും. പക്ഷേ ആ കള്ളൻ അതിനു മുമ്പ് തന്നെ സേക്കിൻ്റെ കാലിലൊരു പോയിസൺ കുത്തിവയ്ക്കും. അത് കൊണ്ടതും സേക്കിയെ ബോധം കെട്ടി വീഴും. സേക്കേൻ്റെ മുകളിൽ ആ പോയിസൺ കൊണ്ടതിന് ശേഷം അവൻ പേടിക്കും. അവൻ വിചാരിക്കും അവൻ മരിക്കാൻ പോവാണെന്ന്. വനിസ വന്ന് സേക്കേനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും ഈ പോയിസൺ അത്ര വലിയ സീരിയസ് പോയിസൺ ഒന്നുമല്ല, ജസ്റ്റ് ബോധം കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പോയിസൺ ആണെന്ന്. അതിനുശേഷം അവർ വയസ്സായ അമ്മച്ചിക്ക് അവരുടെ പൈസ തിരിച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോകും. പാർട്ട് 2 ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് കീപ് ബീങ് ഓസം. ബൈ.